കെഎസ്ആർടിസിയിൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പ്രഖ്യാപിച്ച പണിമുടക്ക് ആരംഭിച്ചു. രാത്രി 12 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് പുരോഗമിക്കുകയാണ്. 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INTUC സംഘടനകളുടെ ഏകദിന പണിമുടക്ക്. ശമ്പളവും പെൻഷനും എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവിറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് TDFന്റെ പണിമുടക്ക്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിലും, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും, കോഴിക്കോട് നിന്ന് രമ്യയുമുണ്ട്. ആദ്യം രമ്യയിലേക്കാണ്. രമ്യ, 24 മണിക്കൂർ സൂചനാ പണിമുടക്കാണ്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പണിമുടക്കാണ്. എത്തരത്തിലാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്? സർവീസുകളൊക്കെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും ഇവിടെ കോഴിക്കോട് നമുക്ക് പറയാൻ കഴിയുന്നത് സർവീസുകളെ ഒന്നും യാതൊരു വിധത്തിലും ഇത് ബാധിക്കുന്നില്ല പണിമുടക്ക് എന്ന് തന്നെയാണ്. ഇന്നലെ, അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് കോഴിക്കോട്ട് യാതൊരു വിധത്തിലും സർവീസുകളെ ഒന്നും ബാധിച്ചിട്ടില്ല ഇതുവരെ. കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്ന എല്ലാ സർവീസുകളും, അതായത് മാനന്തവാടി, പാലക്കാട് ഉൾപ്പെടെ എല്ലാ ദീർഘദൂര സർവീസുകളും ഇവിടെ യാതൊരു വിധത്തിലും സർവീസുകൾ മുടങ്ങിയിട്ടില്ല. അതെല്ലാം പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അടുത്തേക്കുള്ള സർവീസുകളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിറയെ യാത്രക്കാരും ഇവിടെ KSRTCയിലുണ്ട്. ഇവിടെ 78 സർവീസുകളാണ് ദിവസേന കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും ഇവിടെ നടക്കുന്നത്. ഈ സർവീസുകളെല്ലാം തന്നെ യാതൊരു വിധത്തിലും മുടങ്ങിയിട്ടില്ല. എല്ലാ സർവീസുകളും ഇവിടെ മുറ പോലെ തന്നെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് KSRTC അധികൃതർ അറിയാൻ കഴിഞ്ഞത്. തൊഴിലാളികളും ഇവിടെയുണ്ട്. ഇതിൽ 1% മാത്രമാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. അതിനാൽ തന്നെ ഈ സർവീസിലേക്ക് കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള സർവീസുകളാണ് ഇവിടെ KSRTC കോഴിക്കോട് പുരോഗമിക്കുന്നത്. അതിനാൽ തന്നെ യാതൊരു വിധത്തിലും ഇത് സർവീസുകളെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനജീവിതത്തെയും ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ആതിര, എന്തായാലും KSRTCയിൽ കോൺഗ്രസ് അനുകൂല TDF യൂണിയന്റെ പണിമുടക്കാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് എന്തായാലും സർവീസിനെ ഒന്നും സാരമായി ബാധിച്ചിട്ടില്ല. ഒരു വിഭാഗം ആളുകൾ മാത്രമേ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നുള്ളതാണ് രമ്യ റിപ്പോർട്ട് ചെയ്തത്. ഇനി കൊച്ചിയിലേക്കാണ്. സഹിൻ ആന്റണിയുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഈ സമരം നേരിടാൻ ഡയസ്നോൺ അടക്കം പ്രഖ്യാപിച്ച് ഉത്തരവിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനോടൊക്കെയുള്ളൊരു പ്രതികരണം? കൊച്ചിയിലെ സാഹചര്യം എങ്ങനെയാണ്? നേരത്തെ അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ TDFന്റെ സമരം വിവിധ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ചും ശമ്പളം 1-ാം തീയതി നടപ്പിലാക്കുക, ഒപ്പം തന്നെ ഇവരുടെ TA DA അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി നൽകുക, കൂടാതെ ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആവശ്യവും തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. TDF മുന്നോട്ട് വെച്ചിരിക്കുന്ന സമരം കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമായി ബാധിച്ചിട്ടില്ല. പക്ഷേ എറണാകുളം ജില്ലയിലാകമാനം ചില ഡിപ്പോകളിലൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മൂവാറ്റുപുഴ അടക്കമുള്ള ഡിപ്പോകളിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. ദീർഘദൂര സർവീസുകളെ ഇത് ഭാഗികമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് INTUC തൊഴിലാളികളേറെയുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം. പക്ഷേ അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡയസ്നോൺ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ തൊഴിലാളികൾ അങ്ങനെ കാര്യമായി പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും പകുതിയോളം തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുമുണ്ട്. പക്ഷേ ഇത് കാര്യമായി ഈ സർവീസുകളെ ഒന്നും ബാധിച്ചിട്ടില്ല. ഏതാനും ചില ദീർഘദൂര സർവീസുകളെ മാത്രമാണ് ബാധിച്ചിരിക്കുന്നത്. മറ്റ് നഗരത്തിൽ നിന്നും പുറമേയുള്ള ജില്ലയ്ക്കകത്ത് തന്നെയുള്ള ഒറ്റപ്പെട്ട ഇടങ്ങളിലുള്ള ഡിപ്പോകളിലും ഈ സർവീസുകൾ ബാധിച്ചിട്ടുണ്ട്. ആതിര, ശരി. കൊച്ചിയിലും സാരമായി ഒന്നും സർവീസുകളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് കൂടി പോവുകയാണ്. ബിനിൽ, ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. അട്ടിമറിക്കൊന്നും വഴങ്ങില്ല എന്നുള്ളതായിരുന്നു നിലപാട്. ഇന്നിപ്പോൾ കൊച്ചിയിലെയും കോഴിക്കോടെയും സാഹചര്യം എടുത്തു നോക്കുമ്പോൾ സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ അവസ്ഥ എങ്ങനെയാണ്? അതിന് താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് സമരത്തെ നേരിടാനാണ് സർക്കാരിന്റെ തീരുമാനം. അത് കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. നിലവിൽ എന്തായാലും കാര്യമായി തിരുവനന്തപുരത്തെ സർവീസുകളെ ബാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ദീർഘദൂര സർവീസാണ്. അതിനെ സാരമായി ഇത് ബാധിച്ചിട്ടില്ല. പ്രാദേശിക സർവീസുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൽ 50% ഈ സർവീസുകളിൽ കുറവ് വരുമെന്നാണ് ഈ സമരക്കാർ പറയുന്നത്. പക്ഷേ അത്തരം ഒരു കാര്യം ഉണ്ടാകില്ല എന്നാണ് CMD തന്നെ വ്യക്തമാക്കിയത്. കാരണം താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് ആ സർവീസ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ഡിപ്പോകളിൽ ചില
സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പ്രാദേശിക സർവീസുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. വരും മണിക്കൂറുകളിലാകും കൂടുതൽ ഏതെങ്കിലും സർവീസുകൾ ബാധിച്ചോ ഇല്ലയോ നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വ്യക്തമാവുകയുള്ളൂ. ദീർഘദൂര സർവീസുകൾ എന്തായാലും കാര്യമായി തന്നെ ഇത് ബാധിച്ചിട്ടില്ല. എന്തായാലും സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ് ഡൗൺ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഒരു സിവിൽ സർജന്റ് റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ അവധി അനുവദിക്കരുത്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവധി അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വകുപ്പ്. അതോടൊപ്പം തന്നെ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കണം, അതായത് KSRTC ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഭാഗമായി അടച്ചിട്ടാൽ ലൈസൻസ് റദ്ദാക്കുമെന്നടക്കം അത്തരം നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ നിർദ്ദേശമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് ദീർഘദൂര സർവീസുകളെ കാര്യമായി സമരം ബാധിച്ചിട്ടില്ല. ചില ഡിപ്പോകളിൽ പ്രത്യേകിച്ച് നെടുമങ്ങാട് അടക്കമുള്ള ചില ഡിപ്പോകളിൽ പ്രാദേശിക സർവീസുകൾ ചിലത് നടന്നിട്ടില്ല. ഇനി വരും മണിക്കൂറിലാകും കൂടുതൽ സർവീസുകളെ ബാധിച്ചിട്ടുള്ള കാര്യത്തിൽ വ്യക്തത വരും. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ നേരിടാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ തരത്തിൽ സർവീസുകളെ ബാധിച്ചിട്ടില്ല, സമരം പൊതുജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ മനസ്സിലാകുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരുമെന്നുള്ളതാണ് കരുതുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി, കോഴിക്കോട് നിന്ന് രമ്യ, തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു.